നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചമ്മന്തിയാണ്. 3 തരത്തിലുള്ള ചമ്മന്തിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണിത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ കാണാം, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ ഓപ്ഷൻസ് കാണാം, അതിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. പലരും നോട്ടിഫിക്കേഷൻസ് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാൻ ഈ വീഡിയോയിൽ 3 ടൈപ്പ് ചമ്മന്തികൾ കാണിക്കുന്നുണ്ട്. ഒന്ന് പച്ചമാങ്ങ ചമ്മന്തി, പിന്നെ ചുട്ടരച്ച ചമ്മന്തിയുടെ ടേസ്റ്റിലുള്ള വറുത്തരച്ച ചമ്മന്തി. അതായത് ചുട്ടരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കനലൊക്കെ വേണമല്ലോ. അപ്പോൾ എല്ലാവർക്കും കനലൊന്നും അവൈലബിൾ ആവില്ല, പ്രത്യേകിച്ച് എനിക്കിവിടെ കനലൊന്നും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന രീതിയിൽ ഏകദേശം ആ ഒരു ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. പിന്നെ റെഡ് കളറിലുള്ള നാളികേര ചമ്മന്തി. ആദ്യം നമുക്ക് പച്ചമാങ്ങ ചമ്മന്തി തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ ഇപ്പോൾ മുഴുവനൊന്നും വേണ്ട, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പച്ചമാങ്ങ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് മാങ്ങ എടുക്കുമ്പോൾ നന്നായിട്ട് മൂത്ത മാങ്ങ എടുക്കാം. അതായത് നന്നായിട്ട് വിളഞ്ഞ മാങ്ങ, പഴുക്കാറായ മാങ്ങ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് ചമ്മന്തി കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മൂക്കത്ത മാങ്ങയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഏത് ടൈപ്പ് മാങ്ങയാണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മാങ്ങയാണ്, പക്ഷെ നല്ല സൈസ് ഉണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് തുടങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊലി നമുക്ക് മുഴുവനായിട്ട് കളഞ്ഞെടുക്കാം. ഇപ്പം ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കയ്യിൽ പിടിച്ച് തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ട്, നല്ല വലിപ്പമുണ്ട്. നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ഒരു കഷ്ണം മതി, ഒരുപാടൊന്നും വേണ്ട. കാരണം 1 കപ്പ് നാളികേരാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ്. ഒരു മാങ്ങയുടെ കഷ്ണം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അത്യാവശ്യം പുളിയുണ്ട്, പക്ഷെ ഒരുപാട് പുളിയില്ല. അങ്ങനെയുള്ള മാങ്ങയായിരിക്കും നല്ലത്. ഒരുപാട് പുളിയായി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ല, ഉൾഭാഗത്തൊക്കെ ചെറിയൊരു കളർ വന്നിട്ടുണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല. ആ ഒരു രീതിയിലുള്ള മാങ്ങ വേണം ഇതിന് ഉപയോഗിക്കാൻ. ഞാനിവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ ജാർ തന്നെയാണ് നല്ലത്. ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കണ മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് നമുക്ക് എത്ര കഷ്ണം മാങ്ങ വേണമെന്ന് വെച്ചാൽ അത് തീരുമാനിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ കഷ്ണം മുഴുവൻ എടുത്തിട്ടില്ല. ഇനി ഞാൻ ഇതിലേക്ക് 2 ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് ചെറിയ ഉള്ളി. പിന്നെ ഒരു 5-6 കറിവേപ്പില, പിന്നെ ഒരു 1.5 പച്ചമുളക്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമുളക്. സാധാരണ വറ്റൽമുളക് തന്നെയാണ്, കാശ്മീരി മുളകും നല്ല ചമ്മന്തികൾക്കൊക്കെ എപ്പോഴും സാധാരണ വറ്റൽമുളക് തന്നെയാണ് നല്ലത്. പിന്നെ നമുക്കൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം. ഈ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരുപാട് വലിയ കഷ്ണമൊന്നും വേണ്ട. ആദ്യം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചമ്മന്തി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ സാധാരണ എല്ലാ മിക്സിക്കും ഉണ്ടാവില്ലേ ഇതുപോലൊരു വിബ് ബട്ടൺ അഥവാ പൾസ് ബട്ടൺ. അതായത് ഇങ്ങനത്തെ നോബ് എന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് തിരിക്കണത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ബട്ടൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഇതൊന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചമ്മന്തി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അമ്മീമലൊക്കെ വെച്ച് അരയ്ക്കണ ആ ഒരു സ്ട്രക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ വിബ് ബട്ടൺ തന്നെ ചെയ്യുക. അതുപോലെ വെള്ളം ഒഴിക്കാതെ അരയ്ക്കുക. അതിപ്പോൾ ഏത് ചമ്മന്തി ആണെങ്കിലും ചട്നിക്കാണ് നമ്മൾ സാധാരണ രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക. ചമ്മന്തിക്കാകുമ്പോൾ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്, അതായത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് നാളികേരയില്ലേ, അതിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഈ മിക്സിയുടെ ജാറിൽ കൊള്ളണത് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നും കൂടി അരച്ചെടുത്ത് കൊണ്ടുവരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിപ്പ് ചെയ്യുക, അതായത് നിർത്തി അരയ്ക്കുക. ആ ഒരു രീതിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് പേസ്റ്റ് പോലെ ആവരുത്. അതുപോലെ ഞാനിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെയാണ്. ഇപ്പോൾ മാങ്ങയിലുണ്ടല്ലോ വാട്ടർ കണ്ടൻറ്റ്, അതുപോലെ ഇഞ്ചി ഉള്ളി എല്ലാത്തിലും ഉണ്ടല്ലോ, അത് മതി. നന്നായിട്ട് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെറിയ തരികളോട് കൂടിയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. മാങ്ങയ്ക്ക് ഒരുപാട് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് അരയ്ക്കാം. അപ്പോൾ ആ ഒരു പുളിയൊന്ന് ബാലൻസ് ആവും. പക്ഷേ ഈ മാങ്ങ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ചമ്മന്തി അരച്ചെടുക്കുമ്പോൾ അത് ഉരുട്ടിയെടുക്കാൻ പറ്റണം, അപ്പോഴായിരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ട് വരിക. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 1 കപ്പ് നാളികേരം തന്നെയാണ് എടുത്തിരിക്കുന്നത്, 250 ml കപ്പിൽ. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ചെറിയ ഉള്ളിയാണ്. ഇതിപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെയാലും മതി. പിന്നെ കുറച്ച് പുളി, അതായത് കോൽപ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൽപ്പുളിയൊക്കെ ചേർക്കുമ്പോൾ വളരെ കുറച്ച് അളവ് തന്നെ മതി കേട്ടോ. ഇത് ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. പുളി കൂടിപ്പോയാലും ചമ്മന്തി പിന്നെ ഒന്നിനും കൊള്ളില്ല, ആ ഒരവസ്ഥയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വളരെ ചെറിയ കഷ്ണം തന്നെ മതി, ഒരുപാടൊന്നും വേണ്ട. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇഞ്ചി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും ചമ്മന്തിക്ക്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളക് റോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യാണ്ട് ഇട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. വറ്റൽമുളക് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി, പക്ഷെ ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. വറ്റൽമുളക് തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് കളർ അത്രയ്ക്ക് ഉണ്ടാവില്ല. ഒരുപാടൊന്നും വേണ്ട, ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നിർത്തി അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അരച്ചെടുക്കാം. അപ്പോൾ എല്ലാവരുടെയും കറക്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ചമ്മന്തി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കണ്ടില്ലേ, തീരെ വെള്ളം കൂടുതലൊന്നും വരരുത്. നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഉരുട്ടിയെടുക്കാൻ പറ്റണം. അപ്പോഴേ ശരിക്കും ചമ്മന്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരിക. കണ്ടില്ലേ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. മാങ്ങ ചമ്മന്തി ആകുമ്പോൾ മാങ്ങയുടെ വെള്ളം കാരണം കുറച്ചൊരു വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കും, പക്ഷെ ഇത് കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള ചമ്മന്തി തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ചുട്ടരച്ച ചമ്മന്തിയുടെ ടേസ്റ്റിലുള്ള വറുത്തരച്ച ചമ്മന്തി. ഞാനിവിടെ ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കൊത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ കൊത്തിയെടുക്കുമ്പോൾ അത്യാവശ്യം തിന്നായിട്ട് തന്നെ കൊത്തിയെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കൊത്തിയെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇതുപോലെ തന്നെ എല്ലാം കൊത്തിയെടുക്കാം. ഇത് പെട്ടെന്ന് കൊത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിലല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിലൊക്കെ വെച്ചാൽ മതി. ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നാളികേരം തന്നെയാണ്. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള നാളികേരം ഉപയോഗിക്കുമ്പോൾ തന്നെയായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇപ്പോൾ ഞാനിത് എല്ലാം കൊത്തിയെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്താ പറയുക, നല്ല വണ്ണത്തിലുള്ള കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഇതിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനിതിപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ കഷ്ണങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കനലിലൊക്കെ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇവിടെ പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് മതി. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഈ കടായിന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ട് നമുക്കിതിലേക്ക് നാളികേര കൊത്തിട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാൻ പാടില്ല. എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിന് വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഒരു ചുട്ടൊരു ടേസ്റ്റ് കിട്ടില്ല. അല്ലെങ്കിലും ഇത് ചുട്ടെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. കുറച്ച് സമയം എടുക്കും ഇത് നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വരാൻ. അപ്പോൾ കുറച്ച് ക്ഷമയോട് കൂടി തന്നെ ചെയ്യുക. ഇത് ശരിക്കും പറഞ്ഞാൽ റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എണ്ണയൊക്കെ പുറത്തോട്ട് വരും നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു നാച്ചുറൽ ടേസ്റ്റാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ എക്സ്ട്രാ എണ്ണയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇതിന് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വരട്ടെ. ഈ ചമ്മന്തികളൊക്കെ ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കളറ് ചേഞ്ചായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് എല്ലാ കഷ്ണങ്ങളും ഒരേപോലെ വേണമെന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്. എന്നാലാണ് എല്ലാം ഒരുപോലെ തന്നെ റോസ്റ്റ് ആയിട്ട് വരുള്ളൂ. ഒന്നും കൂടി ഒന്നായിട്ട് വരണം, കാരണം അത്ര പെട്ടെന്ന് ഇത് റോസ്റ്റ് ആയിട്ട് വരില്ല. പക്ഷെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അടുപ്പിലിട്ടൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ തന്നെ വരുന്നുണ്ട്. 100% ആ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു ഇതൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഇത് കണ്ടില്ലേ, ആവശ്യത്തിന് തന്നെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 7 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഈ വറ്റൽമുളകും റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ചുമ വരണം, നിൽക്കാൻ പറ്റില്ല ഇവിടെ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വളരെ ചെറിയ കഷ്ണം തന്നെ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട.
പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഇതുപോലെ റോസ്റ്റ് ചെയ്യാണ്ട് ഡയറക്റ്റും ഇട്ട് കൊടുത്ത് അരയ്ക്കാം. പക്ഷെ ഞാനിപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണമെന്ന് മാത്രം. ഇനി ഒരു 5-6 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത ഉള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതിൻ്റെയൊക്കെ വാട്ടർ കണ്ടന്റ് ഒക്കെ ഒന്ന് പോയി ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇത് ഒരാഴ്ചയൊക്കെ വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെ പറയുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുക്കണം. പുളി ഒരുപാട് വേണ്ട, ആദ്യം കുറച്ചിട്ട് കൊടുത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ ഒരു ചൂടിൽ തന്നെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമുക്കിനി ഇതും ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ ജാർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യം കുറച്ചിട്ടാൽ മതി, പിന്നെ അരച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിന് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ ചുട്ടരച്ച ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അതായത് ചുട്ടരച്ച ചമ്മന്തിയുടെ ടേസ്റ്റിലുള്ള വറുത്തരച്ച ചമ്മന്തി. ഇത് ഈ ഒരു രീതിയിലാണ് ഇരിക്കുക, ഇതുപോലെ പൊടി പൊടിയായിട്ട്. അതായത് ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകരുത്. അതുപോലെ ഈ 3 ടൈപ്പ് ചമ്മന്തിയിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. 3 ചമ്മന്തികളും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ചുട്ടരച്ച ചമ്മന്തിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മലയാളികളൊക്കെ മറന്നുപോയ ഒരു രുചി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കണ്ടില്ലേ, ഇത് നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പോൾ ഉരുട്ടിയെടുക്കാൻ പറ്റണം, ആ ഒരു രീതിയിൽ. അപ്പോൾ നമ്മുടെ മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന 3 ടൈപ്പ് ചമ്മന്തികളും റെഡി ആയിട്ടുണ്ട്. മാങ്ങ ചമ്മന്തി, വറുത്തരച്ച ചമ്മന്തി, പിന്നെ നമ്മുടെ റെഡ് ചമ്മന്തി. ഇത് ചോറിൻ്റെ കൂടെ തന്നെയാണ് നല്ല കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.